ഇപ്പോൾ ഇവിടെ നിർമ്മിച്ചു കൂടിയത് ബഷീർ അനുസ്മരണം മുഴുവൻ അറിയപ്പെടുന്ന മലയാളികളിൽ ഏറ്റവും കൂടുതൽ ലോകത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ബഷീർ എന്നുള്ളതാണ് ഇന്നലെ ഒരു സ്പീച്ചാണ് അതെനിക്ക് അതിൻ്റെ ആദ്യത്തെ അറിവാണ്. അയാളിങ്ങനെ ചോദ്യം ചോദിക്കുന്നില്ല. അയാൾ സ്കൂളിലൊരു പരിപാടി ചോദ്യം ഞാനത് വിചാരിച്ചത് യൂസ് പണി അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് പറഞ്ഞത് അതിൻ്റെ ആൻസർ അയാൾ പറഞ്ഞത് ആൾക്കാർക്ക് കിട്ടിയില്ല. അയാൾ പറഞ്ഞത് അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത് പിന്നെ അതായത് ഇയാളെ ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയില്ല ഹോട്ടലിൽ. അങ്ങനെ 10 രൂപ അതിന് എക്സ്പെൻസായി. അയാൾ അവിടുന്ന് കഴിച്ചത്. അപ്പോൾ അത് നോക്കിയപ്പോൾ പൈസ കൊടുക്കാൻ നോക്കിയപ്പോൾ അയാളെ പൈസ പോക്കറ്റ് അടിച്ചു പോയി. പേഴ്സ് അയാളെ കയ്യിലൊന്നുമില്ല. അങ്ങനെ ഇയാളോട് പറഞ്ഞു, കടക്കാരനോട് പറഞ്ഞല്ലോ ഞാൻ എത്തിച്ചേരാന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞല്ലോ, കടക്കാരൻ പറഞ്ഞല്ലേ നിങ്ങളെ ജുബ്ബ അയച്ചേക്കണമെന്നുണ്ട്. അയാൾ ജുബ്ബ അയച്ചു. പിന്നെ പറഞ്ഞല്ല അതുപോലെ നിങ്ങളെ മുണ്ടും അയച്ചു വെക്കണമെന്നുണ്ട്. അപ്പോൾ അയാൾ ആ അടിവസ്ത്രത്തിൻ്റെ ഇതിൽ മാത്രം എങ്ങനെ ഞാനിനി പോവാ, ഞാനിവിടെ ദിവസമാക്കപ്പെടുമ്പോൾ കുട്ടികളുടെ മുമ്പിൽ ഞാൻ അത് പോവാണല്ലോ എന്നുള്ള ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് മാന്യന്മാരായിട്ട് ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇയാൾ വസ്ത്രം അയക്കപ്പെടുന്നത് കാണാൻ വേണ്ടി ഇങ്ങനെ ഇതിൽ നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം അതിനിടയിൽ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ വന്ന് ഇതിൻ്റെ പൈസ എത്രയാന്ന് ചോദിച്ച് അയാൾ ആ പൈസ കൊടുത്ത് അങ്ങനെ അയാളോട് നന്ദി പറഞ്ഞ് ബഷീർ പോകുമ്പോൾ അയാൾ ബഷീറിന് പറയുക പോയിട്ട് അവിടെ നിൽക്കിയെന്ന് പറഞ്ഞത്. ഇതിലൊരു കീസ് കാണിച്ചു കൊടുത്തിട്ട് അയാളോട് പറഞ്ഞല്ലോ ഇതിൽ ഏത് പേഴ്സാണ് ഇന്നത് നോക്കിക്കോളൂ. ആ പേഴ്സ് മോഷ്ടിച്ച ആൾ തന്നെയാണ് ഇയാളെ പൈസ കൊടുത്തത്. അപ്പോൾ അയാൾ നോക്കിയിട്ട് പറഞ്ഞല്ലോ ഇതിൻ്റെ പേഴ്സ് ഇല്ലാന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ അത് കുറേ കഴിഞ്ഞ് വേറൊരാൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനോട് പിന്നെ ബഷീർ പ്രതികരിച്ച് അത്രയും മാന്യന്മാരായ ആളുകൾ മാന്യന്മാരെന്ന് സമൂഹത്തിന് മുന്നിൽ പിന്നെ അറിയപ്പെടുന്ന ആളുകൾ ഉണ്ടായിട്ട് എൻ്റെ മാനം നഷ്ടപ്പെടുന്ന സമയത്ത് അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എന്നെ സഹായിക്കാൻ പിന്നെ ആരും വന്നില്ല. പക്ഷെ ഇയാളൊരു കള്ളനാണെങ്കിൽ പോലും ഇയാൾ എൻ്റെ മോഷ്ടിച്ചിട്ടാണെങ്കിൽ പോലും ഞാൻ അവിടെ എൻ്റെ മാനം നഷ്ടപ്പെടുന്നൊരു സാഹചര്യം വന്നപ്പോൾ അയാൾ അതിന് എന്നെ രക്ഷിക്കാൻ വന്നു. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ഗുണപാഠം എന്നുള്ള രീതിയിൽ അതിന് ഞാൻ കണ്ടത് നിങ്ങളെ പിന്നെ പുറംപൂച്ചിൽ, അതായത് വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ സമൂഹത്തിനിടയിലുള്ള ഇതല്ല, മറ്റുള്ളവരെ കുടുങ്ങുന്ന സമയത്ത് ഒരാളെ സഹായിക്കാൻ ഉണ്ടാവുന്ന മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മാന്യത എന്നുള്ളതാണ്. ആ മാന്യത അയാൾക്ക് ഉണ്ടാകാനാണ് അയാളുടെ മാനം നഷ്ടപ്പെടുത്തേണ്ടെന്നുള്ളത് പിന്നെ ബഷീർ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ അത് ഇന്ന് കണ്ട ഒരു സംഗതിയാണ്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു അവസരം ഇവിടെ ഒരുക്കുക സർക്കാരാജി ലൈബ്രറിക്കും ഇന്നത്തെ സദസ്സ് നമ്മൾ 24 ആളുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതൊരു ദുഃഖമാണ്. ഞാനടക്കമുള്ള ഇതിൻ്റെ എന്താ പറയുക കമ്മിറ്റി ഭാരവാഹികളുടെ ഒരു എന്താ പറയുക ഒരു നമ്മളൊരു മടി പിടിച്ചല്ല ഒരു അത്ര മതി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഉണ്ടായ ഒരു സംഗതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഉന്നേറ്റമൊന്നും വന്നിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാ പരിപാടിക്കും വരുന്നതാണ്. എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടാവും. ഇപ്പം നമ്മൾ അറിയിച്ചപ്പോൾ ഇന്ന് പെട്ടെന്ന് ഗ്രൂപ്പിലിട്ടപ്പോൾ എന്തെങ്കിലും പരിപാടികളതിന് മുന്നേ അതുപോലെ അസുഖമില്ല പ്രശ്നമില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെ അവസരം ഇവിടെ ഉണ്ടാക്കിയ ലൈബ്രറിക്കും ലൈബ്രറിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ സിംബിളിനെയും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.